നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ പ്രതിഭക്കൊത്ത നേട്ടങ്ങൾ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ ചാമ്പ്യൻസ് ലീഗും ലാലിഗ കിരീടവും ഒക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട് അത് മെസ്സിക്കൊപ്പം ബാഴ്സലോണയിൽ കളിച്ചതുകൊണ്ട് ലഭിച്ചതാണ്, അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റുമായിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നു ചില കണക്കുകൾ, ചില ട്വിറ്റർ അക്കൗണ്ടുകളൊക്കെ നെയ്മറെ കുറിച്ച് കൂടുതൽ വാർത്തകൾ വരുമ്പോൾ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്ക് നമ്മൾ നോക്കാം. ലിയോ മെസ്സി ഇല്ലാതെ FC ബാഴ്സലോണയിൽ നെയ്മർ കളിച്ചപ്പോഴുള്ള കണക്കുകൾ, അതായത് മെസ്സി ആബ്സെൻ്റ് ആയ കളികളിൽ നെയ്മറുടെ കണക്കുകൾ എത്രയാണ്? 19 കളികൾ നെയ്മർ കളിച്ചിട്ടുണ്ട് വിത്തൗട്ട് മെസ്സി. 19 കളികൾ, അതിൽ 23 ഗോളുകൾ നെയ്മർ നേടിയ 19 കളികളിൽ നിന്ന് 16 അസിസ്റ്റുകളും, അതായത് 19 കളികളിൽ നിന്ന് 39 ഗോൾ ഓർ അസിസ്റ്റ്, ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ലിറ്ററലി 2 ഗോൾ ഓർ അസിസ്റ്റ്, അതായത് 2 ഗോൾ കോൺട്രിബ്യൂഷൻസ് എവറി ഗെയിം അദ്ദേഹം നടത്തിയിട്ടുണ്ട് വിത്തൗട്ട് മെസ്സി. അതായത് മെസ്സി ഇല്ലാത്ത സമയത്ത് നെയ്മർ ജൂനിയർ ബാഴ്സയെ തോളിലേറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ PSG വേഴ്സസ് ബാഴ്സ മത്സരം നെയ്മർ സ്റ്റാറായ ആ കളിയൊക്കെ ഓർമ്മയില്ലേ? അതോടുകൂടി പതിയെ നെയ്മറിലേക്ക് കൂടി ബാഴ്സലോണ ചാഞ്ഞു തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ വിട്ടുപോയത്. അതൊരു റോങ് തീരുമാനമായിരുന്നുവോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ നെയ്മറുടെ ഭാഗത്ത് നിന്ന് അവിടെ സംഭവിച്ചത് ബാഴ്സ വിടാനുള്ള തീരുമാനം റോങ് ആയിരുന്നുവോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ടീമിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു, പ്രൈം നെയ്മർക്കുണ്ടായിരുന്നു. എന്നാൽ PSG എന്നുള്ള ചോയ്സ് ഒരു റോങ് ചോയ്സ് ആയിരുന്നു. അദ്ദേഹം മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകണമായിരുന്നു, പ്രമുഖ ക്ലബിലേക്ക് പോകണമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായത്. PSG വെച്ച് അദ്ദേഹത്തിന് വളരെ വലിയ പരിക്ക്, 5th മെറ്റാറ്റാർസലിന് പരിക്കേറ്റിട്ടുള്ള അനുഭവം ഉണ്ടായി. അതോടുകൂടി പിന്നെ ആ പരിക്ക് ഇങ്ങനെ റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഈ ഒരു രൂപത്തിലേക്കായി മാറിയത് എന്നതിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മെസ്സിയും സുവാരസും നെയ്മറും അതൊരു വല്ലാത്ത കാലമായിരുന്നു. MSN അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴും വളരെ കരുത്തുറ്റ ഒരു അറ്റാക്കിംഗ് നിരയായിരുന്നു അത്. അവർ തമ്മിലുള്ള സൗഹൃദവും വളരെ വലുതാണ്. എന്നാൽ നെയ്മർ എന്ന പ്രതിഭയ്ക്ക് ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത്. ഇനി ആരാധകർ കാത്തിരിക്കുന്ന നെയ്മറുടെ തിരിച്ചുവരവിന് ഒരുപക്ഷെ അടുത്ത കോപ്പ അമേരിക്കയിൽ അദ്ദേഹം തിരിച്ചു വന്നേക്കാം, ഉറപ്പൊന്നുമില്ല. പിന്നെ അൽ ഹിലാലിന് വേണ്ടിയിട്ട് ഒരു സീസൺ കൂടി അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. നെയ്മർക്ക് തൻ്റെ പ്രതിഭക്കൊത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കരിയറിലെ ശേഷിക്കുന്ന ഭാഗത്ത് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.